ഗൈസ് അമ്മേ വീണ്ടും മഴയാണോ എൻ്റെ ഗൈസ് ഈ മഴേനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എന്ന് ഓർത്തേ അറിയാം ഗൈസ് വീഡിയോ എടുക്കാന്നൊരു എണിച്ചാണെന്ന് ഓർത്തതാണ്. അന്ന് തൊട്ട് ഒരേ മഴ നിന്നിട്ടില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴയ്ക്ക് നല്ല ശമനമുണ്ട് കേട്ടോ. അപ്പം ഇതൊന്നും നോക്കില്ല വീഡിയോ എടുക്കാൻ ഓർത്തില്ല. ഇപ്പം എനിക്കറിയില്ല കുട പിടിച്ചിട്ട് എടുക്കേണ്ട വരുമോന്ന്. അയ്യോ എനിക്ക് വയ്യ. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളെ വീഡിയോ എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഗൈസ്? ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവും. യെസ് ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അനുഭവമാണ് ഗൈസ്. അനുഭവം എന്ന് പറയാൻ പറ്റില്ല, അമ്മേ യെസ് പറയാം. എന്താ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് എൻ്റെ ഫസ്റ്റ് പ്രൊപ്പോസലാണ്. അമ്മേ മോസ്റ്റാണ് ഗൈസ്. നമ്മുടെ ലൈഫിൽ പ്രൊപ്പോസൽ കിട്ടാത്തൊരു അങ്ങോട്ട് പ്രൊപ്പോസ് ചെയ്യാത്തതായിട്ടുള്ള ആൾക്കാരുകൾ കുറവായിരിക്കും. എൻ്റെ ഇന്നത്തെ മോസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് കേട്ടോ ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി ഉണ്ടെങ്കിൽ നിങ്ങളും പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്. മോസ്റ്റായിട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാമല്ലേ? യെസ് ഗൈസ് ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് നമുക്ക് മോസ്റ്റായിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്താലോ? നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുമല്ലേ ഗൈസ് നിങ്ങൾ അല്ലേ? ഓക്കെ ഗൈസ് അപ്പം ഗൈസ് ഞാൻ പ്രൊപ്പോസ് ചെയ്തല്ലോ കേട്ടോ. ഇങ്ങോട്ട് വന്ന എൻ്റെ ഫസ്റ്റ് പ്രൊപ്പോസലാണ് ഗൈസ്. ഓക്കെ മഴയൊക്കെ അത്യാവശ്യം നല്ല കുറവുണ്ട്. എനിക്ക് വേണ്ടി മഴ മാറി നിന്ന പോലെ ഉണ്ട് കേട്ടോ. എന്തായാലും മോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് ഫസ്റ്റ് എന്ന് പറയുമ്പം എല്ലാ ഈ ഒരു ഗൈസ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് പ്രൊപ്പോസലല്ല വന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് വന്നിട്ടുള്ളത് ലെറ്ററാണ് കേട്ടോ ഗൈസേ. അതും ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ലവ് ലെറ്റർ കിട്ടുന്നത് കേട്ടോ. അതെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഞാൻ 2ൽ പഠിക്കുമ്പോൾ ഒരു 5th 6th പഠിക്കുന്ന ഒരുത്തനായിരുന്നു ലവ് ലെറ്റർ തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ 2ാം ക്ലാസ്സിലാണല്ലോ പഠിക്കുന്നത്. അപ്പം അവൻ്റെ അനിയത്തി എൻ്റെ കൂടെയായിരുന്നു പഠിക്കുന്നുണ്ടായിരുന്നത്, എൻ്റെ ഫ്രണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്താ പറയുക, ഇവളുടെ കയ്യിൽ കൊടുത്തു വിട്ടു, ലെറ്റർ കൊടുത്തു വിട്ടു. എന്നിട്ട് എന്താ പറയുക, ഒരു ദിവസം അങ്ങനെ ഇവളെ എനിക്ക് മോസ്റ്റായിട്ട് ഇത് കൈ കൊണ്ട് തന്നു. എൻ്റെ ചേട്ടൻ തന്നെയാന്ന് പറഞ്ഞിട്ട് കൊണ്ട് തന്നു കേട്ടോ. അമ്മേ എനിക്ക് വയ്യ. അപ്പം എന്താക്കി ഞാൻ മോസ്റ്റായിട്ട് ഇത് വാങ്ങി. അപ്പം ചെറുപ്പത്തിലല്ലേ എനിക്കിതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതോ ഞാൻ വായിച്ച സമയത്ത് എൻ്റെ ദൈവമേ എനിക്ക് വയ്യ, ഫുൾ അക്ഷരത്തെറ്റെന്ന് പറഞ്ഞാൽ ഫുൾ അക്ഷരത്തെറ്റായിരുന്നു കേട്ടോ എൻ്റെ കൈസേ. അയ്യോ എനിക്ക് വയ്യ, മോസ്റ്റായിരുന്നു. അപ്പം എന്താ പറയുക, എൻ്റെ കൂടെ എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാനും അവളായിരുന്നു എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കൈസേ മോസ്റ്റായിട്ട് എനിക്ക് സംഭവം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലവ് ലെറ്ററാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മേ അപ്പോൾ എന്താക്കി എൻ്റെ കൂടെയുള്ളവർക്ക് വേഗം മനസ്സിലായി എന്താണിത് സംഭവം, ലവ് ലെറ്ററാണെന്ന് വേഗം മനസ്സിലായി. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എന്താക്കി, ഇവിടെ വേഗം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വലിച്ചു പറിച്ച് കയറി അങ്ങ് കളഞ്ഞു. പക്ഷെ ഞാനപ്പോൾ ഒരു ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല. ഇപ്പോഴത്തെ ഞാനായിരിക്കണമായിരുന്നു കാണിച്ചു കൊടുത്തേനെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ അതൊക്കെ സത്യം പറഞ്ഞ മെമ്മറിയാണ് വയസ്സ്. അപ്പോൾ എനിക്ക് ബോധം ഉണ്ടായിരുന്നു, ഞാനത് സൂക്ഷിച്ച് ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ വെച്ചിട്ടുണ്ടായി. കാരണം അതൊരു ഭയങ്കരമായിട്ടൊരു മെമ്മറി തന്നെയാണല്ലോ. അപ്പോൾ ഇവളെ കീറിക്കളഞ്ഞു അമ്മേ. പക്ഷെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് കേട്ടോ മനസ്സിലാവുന്നത്. എന്താ പറയുക, മോസ്റ്റായിട്ടത് ഒരു എന്താ പറയുക ലവ് ലെറ്റർ ആയിരുന്നെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ എന്താ പറയുക 3ാം ക്ലാസ് കഴിഞ്ഞു, 4ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ 5th മാർച്ച് ആയപ്പോഴാണ് ഗൈസ് കോവിഡ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 6th ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ 7th ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് സ്കൂൾ ഓപ്പണായി. പിന്നെ എന്താ പറയുക 8th ഹൈസ്കൂൾ. അപ്പം ഹൈസ്കൂളിലേക്ക് നിങ്ങൾക്കറിയാലോ, ഞാൻ ബത്തേരി ടെക്നിക്കലിലായിരുന്നു ഹൈസ്കൂള് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്കറിയാലോ ഗൈസ്, ടെക്നിക്കലിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻട്രൻസ് എഴുതിയിട്ടാണ് ടെക്നിക്കലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. വായൊന്നും വഴങ്ങുന്നില്ല. എൻട്രൻസ് എക്സാം എഴുതിയിട്ട് അങ്ങനെ കിട്ടിയതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം എന്താ പറയുക, ഞാൻ ഈ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ മോസ്റ്റായിട്ട് കിട്ടിയതാണ്. അപ്പം ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ ഗേൾസ് കുറവാണ് ഗൈസ്. ഗേൾസ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക 50 കുട്ടികളുണ്ടാവും. അപ്പം എന്താ പറയുക 3 ഗേൾസേ ഉണ്ടാവുള്ളൂ, ബാക്കി 47 ആൾക്കാരും ബോയ്സ് ആയിരിക്കും ഗൈസ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക ബിഗ് മോസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ 3 ഗേൾസാണ് ഗൈസ് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ എന്താ പറയുക മോസ്റ്റായിട്ട് ഞാനങ്ങനെ എന്താ പറയുക 8th ചേർന്നു. അങ്ങനെ ഞാൻ 8th ചേർന്നല്ലോ. ചേർന്ന സമയത്ത് എന്താ പറയുക ഞാൻ പറയേ 3 ഗേൾസേ ഉണ്ടായിരുന്നുള്ളൂ.
അങ്ങനെ എന്താ പറയുക, പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, പതുക്കെ എന്താ പറയുക ബോയ്സായിട്ട് കമ്പനി ആവാൻ തുടങ്ങി കേട്ടോ. അത് എല്ലാവരും ആയിട്ടില്ല, ചിലരായിട്ട് മാത്രം. എൻ്റെ ഒരു ഇതുണ്ട് കഴിച്ച്, ഞാൻ ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലാണ് അങ്ങോട്ട് മിണ്ടുള്ളൂ. അതിപ്പം എന്താ പറയുക നേരിട്ടായാലും അതെ, ഫോണിലാണെങ്കിലും ആണെങ്കിലും അതെ, എങ്ങനെയാണെങ്കിലും ഞാൻ എന്നോട് ഇങ്ങോട്ട് വന്ന് മിണ്ടിയാലാണ് ഞാൻ അങ്ങോട്ട് മിണ്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക ഒറ്റയ്ക്കിരിക്കണമെങ്കിൽ ഒറ്റയ്ക്കിരിക്കും. അതിനൊന്നും ഒരു കുഴപ്പമല്ല. ഓക്കെ ഗൈസ് അപ്പം അങ്ങനെ 8ലേക്ക് ചേർന്നു. അപ്പോൾ അപ്പം മോസ്റ്റായിട്ട് നമ്മൾ ടെക്നിക്കലിലേക്ക് ചേർന്ന സമയത്ത് എന്താ പറയുക നമ്മൾ പുതിയ കുട്ടികളാണല്ലോ, അപ്പോൾ നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഗൈസ്. അപ്പോൾ മോസ്റ്റായിട്ട് അവിടെ എന്താ പറയുക വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ, വർക്ക്ഷോപ്പിൽ അപ്പം ഓരോ ട്രേഡും എന്താ പറയുക ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, എന്താ പറയുക കാർപ്പൻട്രി, ഷീറ്റ് മെറ്റൽ, അങ്ങനത്തെ കുറേ ട്രേഡുകളുണ്ടല്ലോ. അപ്പം ഓരോ ട്രേഡും എങ്ങനെയാണ് ഫസ്റ്റ് നമ്മളെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ എന്താ പറയുക ഇങ്ങനെ ലൈനാക്കിയിട്ടാണ് എന്താ പറയുക എല്ലാവരെയും കൊണ്ടുപോകുന്നത്. അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്താ പറയുക ഓരോരോ സെക്ഷൻ ഇങ്ങനെ നമുക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക അപ്പോൾ മോസ്റ്റായിട്ട് ഇലക്ട്രോണിക്സിൻ്റെ അടുത്തെത്തിയപ്പം അങ്ങനെ ഒരു വളഞ്ഞൊരു വഴിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ വളഞ്ഞ വഴി ഇങ്ങനെ വളയുമ്പം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇപ്പുറത്തുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പം ഒരുത്തനെന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അയ്യോ, അപ്പം എന്താ പറയുക പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ മൈൻഡ് ആക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആളിനെ ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് കേട്ടോ. അവനെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അവൻ എന്നെയും കണ്ടു, ഞാൻ അവനെയും കണ്ടു. പിന്നെ നമ്മൾ എന്താ പറയുക മൈൻഡൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക അന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ ഗൈസ്. അതാണ് ഞാൻ പറഞ്ഞത്, അന്നാണ് ഞാൻ കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിച്ചത്. പിന്നെയെന്ന് പറയുമ്പം അങ്ങനെ പിന്നെ മോസ്റ്റായിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. പിന്നെ എങ്ങനെയോ ഞാനും അവനായിട്ട് അത്യാവശ്യം നല്ല കമ്പനിയായി ഗൈസ്. അത് ഏകദേശം ഈ ഒരു സമയമായിരുന്നു കേട്ടോ, ജൂലൈ ഓഗസ്റ്റ് ഈ ഒരു സമയമായിരുന്നു. ഈ ഒരു സമയമായപ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഓർമ്മ വന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് മോസ്റ്റായിട്ട് ഈ സ്റ്റോറി ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതാണ് കേട്ടോ ഗൈസ് ഞാൻ മോസ്റ്റായിട്ട് പറഞ്ഞത്. അമ്മേ അങ്ങനെ എന്താ പറയുക അങ്ങനെ മോസ്റ്റായിട്ട് ഞങ്ങൾ എന്താ പറയുക കമ്പനിയായി. എന്നിട്ട് എന്താ പറയുക കമ്പനിയൊക്കെ ആയി തുടങ്ങി. പിന്നെ അപ്പോഴാണ് ഗൈസ് മോസ്റ്റായിട്ടൊരു കാര്യം നടക്കുന്നത്. ഞാൻ പൊതുവേ ഈ ബോയ്സ് എന്താ പറയുക ഗേൾസിനെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പം അവർ പറയുന്ന ഒരു വാക്കാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോസ്റ്റ് ഓഫ് ആൾക്കാരെന്ന് ഞാൻ കേട്ടുള്ളൂ. അപ്പോഴേ എനിക്ക് മനസ്സിലാവും എന്തായി, അപ്പോഴത്തേക്കും ഹൃദയം മോശമായിട്ട് ഇടിക്കാൻ തുടങ്ങും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പറയാൻ വരുന്നത് അതാണെന്ന് ഓർത്തിട്ട് കേട്ടോ ഗൈസ്. ഞാൻ കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക അങ്ങനെ മോസ്റ്റായിട്ട് ഒരു ദിവസം എന്താ പറയുക ഞങ്ങൾക്ക് 3:45 സ്കൂള് വിടുമായിരുന്നു കേട്ടോ. അപ്പം ഒരു ദിവസം അങ്ങനെ 3:45 സ്കൂള് വിട്ടു. അങ്ങനെ സ്കൂള് എന്താ പറയുക വിട്ട സമയത്ത് എന്താ പറയുക എന്നോട് അവൻ പറഞ്ഞു നീ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് കുറേ ഞാൻ നിർബന്ധിച്ചു കേട്ടോ കേസ്. കുറേ ഞാൻ നിർബന്ധിച്ചു. എന്നിട്ടും അവൻ പറഞ്ഞില്ല. പക്ഷെ എന്നാലും എന്താ കാര്യം എന്ന് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇതാണല്ലോ. അപ്പോൾ എന്താ പറയുക ഒരു കാര്യം പറയേണ്ടത് പറയുമ്പോൾ എന്താ കാര്യം നമുക്ക് ഭയങ്കര അതൊരു ഭയങ്കര എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടില്ലേ കേസ് ഒരു കാര്യം മാറ്റി വെക്കുമ്പം അതിപ്പോൾ ഓപ്പോസിറ്റുള്ളവർക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയേണ്ടത് ഞാൻ പറയാമെന്നോർക്ക്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എങ്ങനെ ഉണ്ടാവും എന്തായിരിക്കും കാര്യം ഭയങ്കരമായിട്ടൊരു ഇത് ഉണ്ടാവാതിരിക്കില്ലല്ലോ. അപ്പം എന്താ പറയുക എൻ്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു മോസ്റ്റായിട്ട് എന്തായിരിക്കും പറയാൻ പോകുന്നത്. എന്നിട്ട് എന്താ പറയുക സ്കൂളിൽ വിട്ട സമയത്ത് ആണല്ലോ. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചിട്ട് അവൻ പറഞ്ഞില്ല കേട്ടോ കൈസ്. എന്നിട്ട് എന്താ പറയുക എന്നിട്ട് മോസ്റ്റായിട്ട് എന്താ പറയുക അവൻ പറഞ്ഞു എന്താ പറയുക എനിക്ക് നിന്നെ ഭയങ്കര കാമായിട്ടാണ് കേട്ടോ കൈസ് പ്രപ്പോസ് ചെയ്തത്. അയ്യോ നിങ്ങൾ ഓർക്കണം എൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ. ഞാൻ അതിന് മുമ്പ് എന്താ പറയുക അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആരും വന്നിട്ടുണ്ടല്ലോ. വല്ല ലെറ്റർ കിട്ടി അങ്ങനെ പിന്നെ എന്താ പറയുക ഏജൻറ്റിനെ വിട്ട് അധികവും ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ കേസ്. മോസ്റ്റ് ഓഫ് ആൾക്കാരും അങ്ങനെയാണ്. അവർക്ക് നേരിട്ട് വന്ന് പറയാൻ ഉള്ള പേടിയുണ്ട് അവരൊരു ഏജൻറ്റിനെ വിട്ട് പറയിപ്പിക്കും നീ അവളോട് പോയിട്ട് എന്താ പറയുക പറയുമോയെന്ന്. പക്ഷേ ചില ആൾക്കാരൊക്കെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊന്ന് അധികവും ഞാൻ പറഞ്ഞില്ലേ ഏജൻറ്റിനെ വിട്ട് പറയിപ്പിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ആളേതാന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മേയോ മോസ്റ്റാ അത് വേറെ കേട്ടോ. ഓക്കെ ഗൈസ് അപ്പം ഇവൻ ഇത് പറഞ്ഞു എന്താ പറയുക എടിയെന്നാണല്ലോ ഗൈസ് പൊതുവെ വിളിക്കാം. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കേട്ടോ. അമ്മേ ഫസ്റ്റ് ടൈം അല്ലേ ഗൈസ്. അപ്പം ഞാൻ ഭയങ്കരമായിട്ടൊന്ന് ഞെട്ടി. അമ്മയെ ഞാൻ ഞെട്ടിത്തരിച്ചു പോയിട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഫസ്റ്റ് ടൈമാണ് ഒന്നാമത്തെ കാര്യം. എന്താ പറയുക എന്നോട് ഒരാൾ പറഞ്ഞില്ലേ വാക്കുകൊണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഫസ്റ്റ് ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പോയി. ഞാനിങ്ങനെ സ്തംഭിച്ച് നിന്നു ഗൈസ്. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഗൈസ് അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ കേട്ട് ശീലമായി.
അമ്മേ എനിക്ക് വയ്യ. അപ്പോൾ ഞാനിങ്ങനെ സ്തംഭിച്ച് നിന്നു. അയ്യോ ഇവനെന്താ പറയുന്നതെന്ന് ഓർത്ത് നിന്നു. അപ്പോൾ എനിക്ക് ഒന്നും പറയണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു നീ നാല് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന്. ആലോചിക്കാൻ മാത്രം എനിക്ക് ഒന്നുമില്ല. എന്താ പറയുക, നമ്മൾ അത്രയും എന്താ പറയുക മോസ്റ്റായിട്ട് ഫ്രണ്ടായിട്ട് കണ്ട ഒരാൾ ഒരിക്കലും നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഓരോരുത്തരെയും നമ്മൾ ഓരോരോ സ്ഥാനത്താണ് കാണുന്നത്. പിന്നെ ആ സ്ഥാനം നമുക്ക് ഒരിക്കലും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പം എന്താ പറയുക, ഇത്രയും നാളും മിണ്ടിയ ഒരു ഇതിൽ ഇവനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കണ്ടുള്ളൂ. ആ ഒരു എന്താ പറയുക ഒരു പാർട്ട്ണർ ഒരു ലൈൻ്റെ രീതിയിൽ എന്തായാലും ചിന്തിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനങ്ങനെ പ്രപ്പോസ് ചെയ്തപ്പം ഫസ്റ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഭയങ്കര വിഷമമായി ഗൈസ്. ഭയങ്കര വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കണക്കിന് ഞാൻ പറയുമ്പം വൺ സൈഡ് ലവ് ആണ് നല്ലത്. കാരണം ഇപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആളുടെ മനസ്സിൽ ഇഷ്ടമുണ്ടെങ്കിൽ അത് പുറത്ത് പറയണ്ട, അതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, മോസ്റ്റായിട്ട് അവരത് പറയുമ്പം നമുക്ക് എന്താ പറയുക നമുക്കത് എന്താ പറയുക കേൾക്കുന്ന ആൾക്ക് ഒരിക്കലും അവരാ രീതിയിലല്ല കാണുന്നെങ്കിൽ ഒരിക്കലും അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറ്റില്ല ഗൈസ്. പിന്നെയെന്ന് പറയുമ്പോൾ പിന്നെ അവരങ്ങനെ പ്രൊപ്പോസ് ചെയ്തിട്ടും വീണ്ടും അവരോട് മിണ്ടുമ്പം നമുക്ക് ഭയങ്കര മിണ്ടാൻ പറ്റില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രൊപ്പോസ് ചെയ്ത ഒരാളോട് വീണ്ടും എനിക്കങ്ങനെ മിണ്ടാൻ പറ്റില്ല. അവരോട് ഉള്ള കമ്മിറ്റ്മെൻറ്റ് കൂടി ഒന്നും കൂടി പോകുകയുള്ളൂ ഗൈസ്. കാരണം എന്താ പറയുക, വൺ സൈഡിൽ ഉള്ളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പുറത്ത് പറയാതിരിക്കുന്നതാണ് എന്താ പുറത്ത് പറയണ്ട ഗൈസ്. കാരണം ഞാൻ പറയേ പുറത്ത് പറയുന്നത് നമുക്ക് എന്താ പറയുക അവരോട് പിന്നെ മിണ്ടാൻ പോലും പറ്റില്ല. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്താലും എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും അത് വരും. അമ്മ ഇവനെന്നോ എന്നോട് അങ്ങനെ അന്ന് പ്രപ്പോസ് ചെയ്താണല്ലോ, ഇനി വീണ്ടും അവൻ എന്നെ ഒരു പാർട്ട്ണർ ഒരു ലൈൻ്റെ രീതിക്കാണോ കാണുന്നത് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരിത് എൻ്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് അത് വരും കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക മോസ്റ്റായിട്ട് അവനങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവനെ ചോദിച്ചു എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല എടാ, എനിക്ക് താല്പര്യമില്ല. എനിക്ക് എന്താ പറയുക, എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഈ സ്കൂളിൽ വന്നപ്പോൾ ഫസ്റ്റ് കിട്ടിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. മോസ്റ്റായിട്ട് അതൊരു ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് എന്താ പറയുക അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ മുഖം എന്താ പറയുക ഒന്ന് വാടി. കാരണം ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നല്ലോ. അപ്പോൾ അവനോർത്തു എന്തായാലും ഞാൻ യെസ് പറയുന്നതായിരിക്കും അവൻ ഓർത്തിട്ടുണ്ടാവുക, എനിക്കറിയത്തില്ല. എന്നിട്ട് എന്താ പറയുക അവൻ്റെ മുഖം വാടി. എന്നിട്ട് ഞാൻ പറഞ്ഞു എടാ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് ഇതുവരെ കണ്ടിട്ടുള്ളൂ. എനിക്കൊരിക്കലും നിന്നെ അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. കാരണം നിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് അവനോട് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പം പറഞ്ഞു ഓക്കെ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് അവൻ എനിക്ക് എന്താ പറയുക ഷെയ്ക്ക് ഹാൻഡ് തന്നു. അപ്പോൾ എന്താക്കി ഞാനും തിരിച്ച് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് എന്താ പറയുക എൻ്റെ സ്കൂളിൽ നിന്ന് ബത്തേരി ടൗൺ സ്റ്റാൻഡിലേക്കൊരു 2 കിലോമീറ്റർ ഉണ്ടാവും ഗൈസ്. അപ്പോൾ ഞാൻ എന്നും നടന്ന് പോവുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ. എൻ്റെ കൂടെ വേറെ കുറേ പേരും ഉണ്ടാവും, ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. അവിടുന്ന് ബസ്സുണ്ട്, ബസ്സിന് 1 രൂപ കൊടുത്താൽ പോയിട്ട്. പക്ഷേ ബസ്സിന് ഭയങ്കര തിരക്കായിരിക്കും. കാരണം നമ്മുടെ മൂലങ്കാവ് സ്കൂൾ അതുപോലെ തന്നെ ഗ്രീൻ ഹിൽസ് അവിടുത്തെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആ ബസ്സിലുണ്ടാകും. കാരണം തന്നെ തിങ്ങി തിരക്കി ആ ബാഗിൻ്റെ കാരണം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കല്ല് പോലെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര മോസ്റ്റായിട്ട് തിരക്കായിരിക്കും ബസ്സിന്. അതുകൊണ്ടാണ് ബസ്സിന് പോകാറില്ല. ഞാൻ പതുക്കെ ലാലാവാടി നടന്നു പോകാറില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മറ്റേ ബസ് വരുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ 3:45 ഇട്ടാൽ ഒരു അരമണിക്കൂർ കൊണ്ട് വേഗം സ്റ്റാൻഡിലേക്ക് എത്താമല്ലോ. അപ്പോൾ അവൻ ഉണ്ടാക്കി ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് എന്നാൽ ശരി കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഷെയ്ക്ക് ഹാൻഡൊക്കെ തന്നിട്ട് അവൻ നേരെ ബസ് കയറാൻ വേണ്ടിയിട്ട് പോയി. എന്നിട്ട് എനിക്കന്ന് സത്യം പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഭയങ്കര രാത്രിയൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ പറയുക ഇനിയിപ്പോൾ അവൻ എന്നോടെങ്ങനെ മിണ്ടും, ഞാൻ അവനോടെങ്ങനെ മിണ്ടും എന്നുള്ളൊരു ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം എന്താ പറയേണ്ടത്, എന്താ പറയുക അത് എന്താ പറയുക യെസ് പറയണോ നോ പറയണോ, അതൊരു ഭയങ്കര സിറ്റുവേഷനാണ്. അത് അവൻ്റെ ഫ്രണ്ട് എനിക്ക് അങ്ങനെ വിട്ട് കാണാനും പറ്റില്ല. അതൊരു ഭയങ്കര സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഇനിയിപ്പോൾ അത് അവൻ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് എന്താ പറയുക ഒരു ഫ്രണ്ടിനെ പോലെ ബിഹേവ് ചെയ്യാനും കുഴപ്പമില്ല. കാരണം ഞാനത് അറിയുന്നില്ലല്ലോ എന്താ പറയുക അവൻ എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം, അത് കുഴപ്പമില്ല. പക്ഷേ ഇത് പറഞ്ഞിട്ട് വീണ്ടും മിണ്ടുന്നത് ഭയങ്കര ഒരു അവസ്ഥയാണ്. അതിൽ കൂടി കടന്നു പോയവർക്കറിയാം. പിന്നെ ഒരു കാര്യം എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ഗൈസ് എനിക്ക് കുറച്ച് എന്താ പറയുക കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ തന്നെ പ്രപ്പോസ് ചെയ്യുന്ന കേട്ടോ എനിക്കിഷ്ടം. പറഞ്ഞ അയ്യോ അമ്മേ അങ്ങനെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ നിങ്ങൾക്ക്. വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾ പറയും വേണോ വേണ്ട, ആ സ്റ്റോറി വേണോ വേണ്ട നിങ്ങൾ പറയും. നിങ്ങൾ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് അത് പറയാം ഗൈസ്. അയ്യോ എനിക്ക് വയ്യ.
മോസ്റ്റായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പം മോസ്റ്റായിട്ട് എന്താ പറയുക ഓക്കെ. അപ്പം എന്താ പറയുക സെക്കൻഡ് ഡേ പിന്നെ പിറ്റേ ദിവസം ഞാൻ രാവിലെ എന്താ പറയുക സാധാരണ പോലെ തന്നെ സ്കൂളിലേക്ക് പോയി. അപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പം എന്താ പറയുക അവനെ കാണും എൻ്റെ ഹാർട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക മോസ്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പൈസ. അയ്യോ. അപ്പം എന്താ പറയുക കാണുമ്പോൾ അവൻ എന്നോട് മിണ്ടും, ഞാൻ അവനോട് എങ്ങനെ മിണ്ടുന്നൊക്കെ ഭയങ്കര ഒരു ഇത് എൻ്റെ മനസ്സിലങ്ങനെ ഭയങ്കരമായിട്ട് ഇതുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്താ പറയുക അന്ന് ഞാൻ നോക്കി അവനുണ്ടോ എന്ന് ഞാൻ കുറേ പ്രാവശ്യം നോക്കിയിട്ടോ. കാരണം എന്താ വീണ്ടും സാധാ പോലെ മിണ്ടാം, കാരണം നമ്മുടെ എന്തായാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ. അങ്ങനെ എന്താ പറയുക അങ്ങനെ മോസ്റ്റായിട്ട് അവനെ ഞാൻ നോക്കിയിരുന്നു. പക്ഷേ അവൻ വന്നില്ല, അവനങ്ങനെ ഫസ്റ്റ് ഡേ വന്നില്ല. അപ്പം ഞാൻ ഓർത്തു ഇവനെന്താ വരാത്തതെന്ന് ഞാൻ ഓർത്തു കേട്ടോ ഗൈസ്. അങ്ങനെ ഫസ്റ്റ് ഡേ വന്നില്ല. അങ്ങനെ എന്താ പറയുക സെക്കൻഡ് ഡേ വന്നില്ല, തേർഡ് ഡേയും വന്നില്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമായി. ഇതേമേ അവനെന്താ പറ്റിയത്, അവൻ സ്കൂളിലേക്ക് വരുന്നുമില്ല. ഞാനാണെങ്കിൽ അവനോട് എന്താ പറയുക നോ പറയുകയും ചെയ്തു. എന്താ പറയുക അങ്ങനെയൊക്കെ ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു പൈസ. കാരണം എന്തൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ല, എൻ്റെ സ്കൂളിൽ പോയപ്പം ബോയ് ഫ്രണ്ടായിട്ട് ഫസ്റ്റ് ടൈം കിട്ടിയത് അവനെയാണ്. ബോയ് ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക കൂട്ടുകാരൻ എന്ന് പറയാം. കൂട്ടുകാരനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ പറയുക അവനെയാണ് കേട്ടോ പൈസ. മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും വന്ന് മിണ്ടാനുള്ള ഒരു ധൈര്യം അങ്ങനെ ഉണ്ടാവില്ല. പക്ഷെ ഇവൻ ആ ധൈര്യം സംഭരിച്ച് എന്തായാലും മോസ്റ്റായിട്ട് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. എന്താ പറയുക മോസ്റ്റായിരുന്നു. അങ്ങനെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ ഒരു ദിവസം 2 ദിവസം 3 ദിവസം കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക 3-4 ദിവസം കഴിഞ്ഞപ്പം നോക്കുമ്പോണ്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒരു കളർ ഷർട്ട് ഇട്ടിട്ട് ഒരുത്തൻ കയറി വരുന്നു. അമ്മയെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു ഇത് ഇവനായിരുന്നു കേട്ടോ ഗൈസേ. അമ്മ അപ്പോൾ എനിക്കെന്താ പറയേണ്ടതെന്ന് ഇപ്പം ഞാൻ നോക്കിയപ്പോൾ അവൻ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഗൈസ് ഉണ്ടായിരുന്നത്. എന്താ പറയുക അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഓർത്തു എന്തെങ്കിലും കളറൊക്കെ ഇട്ടിട്ടെന്ന് ഓർത്തു. അയ്യോ അപ്പോഴാണ് ഗൈസേ ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അപ്പോഴാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്കൂള് മാറുവാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് അങ്ങനെ മാറുന്നത് എൻ്റെ ക്ലാസ്സിന് അവൻ മാത്രമല്ല വേറെ കുറേ പേരും ആ സമയത്ത് മാറുന്നവരുണ്ടായിരുന്നു. കാരണം 2 മാസം കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്കൂളിലേക്ക് മാറുന്നവർ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഗൈസേ. അപ്പം മോസ്റ്റായിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അവൻ സ്കൂള് മാറുവാണ് കേട്ടോ. എൻ്റെ ദൈവമേ അതും കൂടി അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് വിഷമം വന്നു. അറിയത്തില്ല ഭയങ്കര വിഷമമായിട്ടോ. എന്താ പറയുക ഇനിയിപ്പം അവനെ കാണാൻ പറ്റില്ല, എന്താ പറയുക സംസാരിക്കാൻ പറ്റില്ല. ഇവനാണ് എൻ്റെ സ്കൂളിലത്തെ ഒരു എന്താ പറയുക ഗേൾസും ഉണ്ട് കേട്ടോ, ഗേൾസുണ്ട്. എന്നാലും ബോയ്സിൽ ഇവനൊരു നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളൂ. അവൻ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു, അവനോട് നോ പറയുകയും ചെയ്തു. എന്താ പറയുക അത് കഴിഞ്ഞ പാടെ ഇവൻ പോവുകയും ചെയ്തു. അതെല്ലാം കൂടിയായിട്ട് എനിക്ക് സത്യം പറയത്തില്ല ഭയങ്കര എനിക്ക് വിഷമമായി. കാരണം എന്താ പറയുക ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ലോസ് ആവുന്ന ആ ഒരു വിഷമം ആരെയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വിഷമമാണ് ഗൈസേ. കാരണം ഞാൻ പറയുമ്പം എന്താ പറയുക എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഗേൾസിനെക്കാട്ടും എനിക്ക് ഇഷ്ടം എന്താ പറയുക ഫ്രണ്ട്സ് ആകുമ്പോൾ ബോയ്സാണ്. കാരണം ഗേൾസ് എന്ന് പറയുമ്പം എൻ്റെ ഒരു അനുഭവത്തിൽ എന്താ പറയുക മോസ്റ്റ് ഓഫ് ആൾക്കാരും ഭയങ്കര മനസ്സിൽ ഈഗോ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഗേൾ ഫ്രണ്ട്സ് എല്ലാവരും എന്താ പറയുക മോസ്റ്റായിട്ട് മനസ്സിൽ ഈഗോ കൊണ്ട് നടന്നിട്ട് പിന്നെ പ്രതികാരം പോലെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത് കേസ്. സത്യം പറഞ്ഞാൽ പാമ്പുകളായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എല്ലാവരും. അമ്മയെ പിന്നെ പറയുമ്പോൾ ബോയ്സ് ആകുമ്പം അവർക്ക് അങ്ങനത്തെ കാര്യം പൊസസീവ്നെസ് ഉണ്ടെങ്കിലും എന്താ പറയുക അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാവില്ല ഗൈസ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ കൂടെ തന്നെ എല്ലാ വൈബിനും എന്താ പറയുക മോസ്റ്റായിട്ടുണ്ടാവും. ഓക്കെ ഗൈസ് അങ്ങനെ എന്താ പറയുക എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം. അന്നത്തെ രാവിലെ ആയിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം തന്നെ ഞാൻ ഫുൾ ഭയങ്കര മൂകനായിരുന്നു. എനിക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ടായി. എന്നിട്ട് അവൻ എന്താ പറയുക ലാസ്റ്റായിട്ട് ക്ലാസ്സിലേക്കൊന്ന് വന്നു. സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിയാണല്ലോ. അപ്പോൾ ക്ലാസ്സിലേക്ക് വന്നപ്പം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ക്ലാസ്സിലെ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു കേട്ടോ ഗൈസ്. ഫസ്റ്റ് അവൻ എൻ്റെ അടുത്തേക്കാണ് ഓടി വന്നിട്ട് അവൻ പറഞ്ഞു ഞാൻ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. എങ്ങോട്ടാ എന്താ ഒന്നും പറഞ്ഞില്ല, ഞാൻ പോട്ടെ കേട്ടോ എന്ന് പറഞ്ഞു. അമ്മേ ഞാനൊന്നും മിണ്ടിയില്ല. എനിക്കെന്താ പറയേണ്ടത്, എനിക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഞാൻ അവിടെയും സ്തംഭിച്ച് നിന്നുപോയി. എന്താ പറയുക എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയാതായിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടിയത്. കാരണം എനിക്കൊന്നും പറയാൻ പോലും ഉള്ള ഇതുണ്ടായിരുന്നില്ല ഗൈസ്. കാരണം എനിക്ക് അത്രയ്ക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടി. അപ്പോൾ അവൻ പിന്നെ ബൈ പറഞ്ഞിട്ട് മോസ്റ്റായിട്ട് തിരിഞ്ഞു നോക്കി ഗൈസ്. തിരിഞ്ഞു നോക്കിയിട്ട് നേരെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ മോസ്റ്റായിട്ട് TC വാങ്ങിയിട്ട് സ്കൂളിൽ നിന്ന് പോയി. പിന്നെ എന്താ പറയുക പിന്നെ 2-3 ദിവസം എന്താ പറയുക എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവൻ്റെ ഒരു പ്രസൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
എന്താ പറയുക, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ മോസ്റ്റായിട്ടും. അങ്ങനെ മോസ്റ്റായിട്ട് അവൻ്റെ പ്രസൻസ് നിന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം വിഷമായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ എന്താ പറയുക, വേറെ ഓരോ കാര്യങ്ങളായി. അങ്ങനെ പിന്നെ പതുക്കെ അതും അങ്ങ് മോസ്റ്റായിട്ട് മാഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും എൻ്റെ മനസ്സിലാണ് മോസ്റ്റായിട്ട് ആ ഒരു വിഷമവും ആ ഒരു ഇത് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോഴും. അതെ, അത് കഴിഞ്ഞ പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ അവരെന്നെ കണ്ടിട്ട് ഉണ്ടോ മനസ്സിലാവാത്തതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതുവരെ അവനെ അത് കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. അവൻ എവിടെയാ ഒന്നും എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പം ഇനി കണ്ടാലും എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പ് പുതുക്കിയാലും അതൊരു രസമാവില്ല. പക്ഷെ അതങ്ങനെ തന്നെ ആ ഫ്രണ്ട്ഷിപ്പ് അവൻ പ്രപ്പോസ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ അതൊരു അടിപൊളി ഫ്രണ്ട്ഷിപ്പ് ആയനെ. പക്ഷെ അവനങ്ങനെ പറയുകയും ചെയ്തു, ഞാനങ്ങനെ ലാസ്റ്റ് പോവുകയും ചെയ്തു. എല്ലാം കൂടി ഇപ്പം എന്താ പറയുക, ഭയങ്കര ഒരു ഇതായി. ഒന്നുമില്ല പറയാൻ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടില്ല. പക്ഷെ മനസ്സിലെപ്പോഴും ആ ഒരു ഇത് ഉണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ അത് ആ ഒരു സ്ഥാനം, ഫസ്റ്റ് ഞാൻ പ്രപ്പോസൽ അങ്ങനത്തെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഓർക്കുന്നത് ഇവനെയാണ് കേട്ടോ. എന്തായാലും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, മോസ്റ്റായിരുന്നു. പിന്നെ ചില സമയത്ത് അങ്ങനെയാണല്ലോ, നമുക്ക് എന്താ പറയുക, അവരെന്താ പറയുക, വൺ സൈഡ് ലവ് ആയിട്ട് കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും മോസ്റ്റ് ഓഫ് ആൾക്കാരും അത് എന്താ പറയുക തുറന്നു പറയുന്നത്. എന്തെങ്കിലും റിപ്ലൈ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ ഓർത്തിട്ട് എന്താ പറയുക മോസ്റ്റായിട്ട് തുറന്ന് പറയുന്നവരുണ്ടാവും. പിന്നെ എന്ന് പറയുമ്പോൾ കുറേ നാൾ മോസ്റ്റ് ഫ്രണ്ടായിട്ട് നിന്നിട്ട് പ്രപ്പോസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തെയൊക്കെ പല ടൈപ്പിലുള്ള ആൾക്കാരുടെ എന്താ പറയുക മോസ്റ്റായിട്ട് ഉണ്ടായിരുന്നുണ്ട് ഗൈസ് പ്രപ്പോസൽ എന്ന് പറയുമ്പം. പിന്നെ എന്തെങ്കിലും മോസ്റ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ചോക്ലേറ്റ്സ് വാങ്ങി തന്നിട്ട് അങ്ങനെ പ്രപ്പോസ് ചെയ്തവരുണ്ടായിരുന്നു ഗൈസ്. അപ്പം അവരുടെയൊക്കെ മോസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ മോസ്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ നെക്സ്റ്റ് ടൈം ആ സ്റ്റോറി നിങ്ങൾക്കോട് പറയാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഭയങ്കര പേടിയായിട്ട് പിന്നെ ഏജൻറ്റിനെ വിട്ട് പിന്നെ ഒട്ടും പേടിയില്ലാതെ എനിക്ക് വയ്യ. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമൊക്കെ എനിക്ക് പേടിയായിരുന്നു കൈസ്. ഈ പ്രപ്പോസ് ചെയ്യാൻ എന്തായാലും പറയാം, അമ്മയെ ഐ ലവ് യു പറയാൻ വരുവാണോ നോക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമൊക്കെ പേടിയായിരുന്നു. പിന്നെ മോസ്റ്റായിട്ടത് എന്താ പറയുക കേട്ട് ശീലമായി. അയ്യോ എനിക്ക് വയ്യ. അങ്ങനെ എന്താ പറയുക മോസ്റ്റായിരുന്നു കൈസേ. പിന്നെയെന്ന് പറയുമ്പം ഈ ഇഷ്ടം വരുന്നതിന് ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് ആരുടെ ഒരു തെറ്റുകൊണ്ടല്ല വരുന്നത്. അത് ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല കൈസ. ഒരാളെ ഇഷ്ടപ്പെടുന്നതിലും ഒരാളുടെ ഇഷ്ടം വരുന്നതിലും ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം നമ്മുടെ മനസ്സിലങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കഷ്ടമാണ്. എന്ന് പറയുമ്പോൾ വൺ സൈഡ് ലവ് ആണ് ഒരു കണക്കിന് നല്ലത്. കാരണം ഓപ്പോസിറ്റുള്ള ആൾ എങ്ങനെ റിയാക്ട് ചെയ്യും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ യെസ് പറയും, ചിലപ്പം എന്താ പറയുക നോ പറയും, ചിലപ്പോൾ അവർ നമ്മുടെ ലൈഫിന് തന്നെ ഇല്ലാതാകും. അത് ഓർക്കുമ്പം ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. പറഞ്ഞില്ല, ഇഷ്ടം വരുന്നത് ആരുടെയും കുറ്റം കൊണ്ടോ തെറ്റുകൊണ്ടോ ഒന്നുമല്ല. അതൊക്കെ എന്താ പറയുക നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഇതാണ്. ഒരിക്കലും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്താ പറയുക അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്തായാലും മോസ്റ്റായിട്ട് ലവ് ഇസ് ബ്ലൈൻഡ് എന്നാണല്ലോ പറയുക. ഏജ് അല്ല, പക്ഷേ ലവിന് എന്താ പറയുക ഏജില്ല, ലുക്കില്ല, കളറില്ല. അങ്ങനെയാണെന്നാണല്ലോ ഗൈസ് പറയുക. കാരണം നമുക്ക് എങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ വേണം നമുക്ക് മോസ്റ്റായിട്ട് ഇഷ്ടപ്പെടാമെന്നാണല്ലോ ഗൈസ് പറയാം. എന്താ പറയുക മോസ്റ്റായിട്ട് എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ എന്താ പറയുക മോസ്റ്റായിട്ട് ഇഷ്ടം. ലവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റാണ് ഗൈസ്. എന്തായാലും ഒന്നും പറയാനില്ല. എന്തായാലും എൻ്റെ ഫസ്റ്റ് പ്രപ്പോസൽ എനിക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് മോസ്റ്റായിരുന്നു. മോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് മോസ്റ്റായിരുന്നു. ട്രൂ ലവായിട്ട് നമ്മളെ ശരിക്കും ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, പക്ഷെ നമുക്കത് ചൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. അതും ഇന്നത്തെ ഈ ഒരു സൊസൈറ്റിയിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള ലവ് ചൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര കഷ്ടമാണ്. ഏതാണ് എന്താ പറയുക തെറ്റ്, ഏതാണ് ശരിയെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക നമ്മളെ ഉള്ള പോലെ നമ്മളെങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ആളായിരിക്കും. എന്താ പറയുക ഇനി ഗേളായാലും ബോയ് ആയാലും എങ്ങനെയാണേലും നമ്മളെങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും നമ്മളെ ട്രൂ ആയിട്ട് സ്നേഹിക്കുന്ന ഒരാൾ. പിന്നെന്ന് പറയുമ്പം എന്താ പറയുക മോസ്റ്റായിട്ട് നമുക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും വെയിറ്റ് ചെയ്യുന്ന ഒരാൾ, അതൊരു മോസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് വേണ്ടി എത്ര വർഷം നമ്മൾ എന്നാണോ യെസ് പറയുന്നത് അന്ന് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരാളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾ പറയും, ഞാൻ എന്താ പറയുക ഒരു 3 to 4 years വരെ എന്താ പറയുക വെയിറ്റ് ചെയ്യുന്ന ആളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. നിങ്ങൾ പറയും, ഞാൻ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഓരോരോ സ്റ്റോറീസ് നിങ്ങളോട് പറഞ്ഞു തരാം. അതുപോലെ തന്നെ എന്താ പറയുക മോസ്റ്റായിട്ട് സ്കൂൾ സ്റ്റോറീസ് എന്താ പറയുക സ്കൂളിൽ നിന്ന്
സ്കൂളിൽ നിന്ന് ഞാൻ അനുഭവിച്ച ഓരോ കാര്യങ്ങൾ, നെഗറ്റീവ് മീൻസ് പോസിറ്റീവ് ആയാലും കുറേ കാര്യങ്ങൾ അതുപോലെയൊക്കെ നിങ്ങൾ പറയും. ഞാൻ എന്താ പറയുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക ഇങ്ങനെയൊക്കെയാണ് ലവിൻ്റെ ഓരോ കാര്യങ്ങൾ. നമ്മളെങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. അതുപോലെ തന്നെ നമ്മളൊക്കെ വേണ്ടി എത്ര വർഷം വേണമെങ്കിലും എന്താ പറയുക വെയിറ്റ് ചെയ്ത്, ഞാൻ പറയാം നമ്മളെപ്പോഴാണോ യെസ് പറയുന്നത് അപ്പം എന്താ പറയുക അപ്പം അങ്ങനെ ഒരാളായിരിക്കും. ഷാള് ഇവിടെ വെച്ചിട്ട് സ്റ്റാപ്ലർ അടിക്കേണ്ട അവസ്ഥ. ഇപ്പം മോസ്റ്റായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല. എനിക്ക് വേണ്ടി മഴ മാറി നിന്നു കേട്ടോ. അമ്മേ മോസ്റ്റായിട്ട്. അപ്പോൾ ഗൈസേ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറി ഫസ്റ്റ് പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ. അപ്പം ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് പ്രപ്പോസൽ ഇത്രയേ ഉള്ളൂ. ഗൈസ് അപ്പം ഇനി നിങ്ങൾ പറയേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആരെങ്കിലും മോസ്റ്റായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതായത് നിങ്ങളുടെ ഫസ്റ്റ് പ്രപ്പോസൽ എങ്ങനെയായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയായിരുന്നു, അതായത് നിങ്ങൾ പ്രപ്പോസ് ചെയ്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഗൈസ്, മറക്കരുത്. എന്താ പറയുക നിങ്ങൾ യഥാർത്ഥമായിട്ട് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എന്താ പറയുക മറക്കരുത്. ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോസ്റ്റാണ്. അതെങ്ങനെ വിവരിക്കണം എന്ന് എനിക്കറിയത്തില്ല. അപ്പം അത്രയ്ക്കും മോസ്റ്റാണ്. ഓക്കെ ഗായ്സ് അപ്പം എന്താ പറയുക ഫസ്റ്റ് പ്രപ്പോസൽ വരെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ എന്താ പറയുക മോസ്റ്റായിട്ട് വേറെ ഞാൻ പറയില്ലേ പല ടൈപ്പ് പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഓരോ പ്രപ്പോസലായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ് കേട്ടോ ഗൈസ്. ഓക്കെ ഗായ്സ് അപ്പം എല്ലാവർക്കും മോസ്റ്റായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓ ലവ് ഗായ്സ് ചക്കര.